ഞാൻ കുട്ടിയെ നോക്കിയാ വന്നത്. നീ വരൂ. വരൂന്നേ. അതെ, കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. എന്താ ഇഷ്ടക്കാരൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടച്ചാ ഇപ്പഴാ പറയണം. എന്തിനാ ഇപ്പൊ വെറുതെ മനസ്സിനൊരു സ്വൈരക്കേട്? എത്ര ദിവസമായി ഈ സ്വൈരക്കേട് തുടങ്ങിയിട്ട്? എന്നെ കണ്ട അന്ന് മുതൽ. എന്നാ അതങ്ങ് മാറ്റിയായിരിക്കും നല്ലത്. അതെ, സീരിയസ് ആയിട്ട് തന്നെയാണ്. ഉടനെ ഒരു മറുപടി കിട്ടാൻ വേണ്ടിട്ടല്ല, പറയാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്ത്. നിങ്ങൾ ഇതെന്താ കാലത്ത് കോളേജിൽ വന്ന് കയറിയിട്ട്? ഇതിപ്പോ കിടന്നിട്ടൊരു സീൻ സൃഷ്ടിക്കാനല്ല. മറുപടി എന്നോടായിട്ട് പറയാൻ വേണ്ട. മാലിനി ചേച്ചിയോ രഞ്ജിനിയോ ആരെങ്കിലും ചോദിക്കും, അവരോട് മറുപടി പറഞ്ഞാൽ മതി. അതുവരെ ഈ സ്വൈരക്കേട് അങ്ങനെ തന്നെ നിന്നോട്ടെ. അതെനിക്കിഷ്ടാ. മാലിനി ചേച്ചിയോടും രഞ്ജിനി ചേച്ചിയോടും ഒക്കെ എനിക്കൊന്നും പറയാനില്ല. ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കണ്ടപ്പോ കേട്ടതിനേക്കാൾ കഷ്ടമാണ് മനസ്സിലാവുകയും ചെയ്തു. എന്തെങ്കിലും ഒരു സ്വൈരക്കേട് വേണമെന്നല്ലേ ഉള്ളൂ. എന്നെ ഒഴിവാക്കിയേക്കൂ പ്ലീസ്. എക്സ്ക്യൂസ് മീ. കൈകാര്യം ചെയ്യാം. അറിയുന്ന ആളാണോ? അതെ, കാലത്ത് പോരുമ്പോ രാധയ്ക്കൊരു മൂലക്കുരുവിന്റെ അസ്ഥിത ഉണ്ടായിരുന്നേ. മൂലക്കുരല്ലേ? നിങ്ങളൊക്കെ എന്താ പറയാ? പൈൽസ്. പൈൽസ്. അത് തന്നെ. അതെങ്ങനെയെന്ന് അറിയാൻ വേണ്ടിട്ട് അവളുടെ അമ്മ എന്നെ പറഞ്ഞു വിട്ടതേ. ഞാൻ ആ കാര്യം ചോദിച്ചതും അതാ പൊട്ടി. അതിന്റെ ഒരു ചൂടാ. സാരമില്ലേ കുട്ടിയെ, ഒരിത്തിരി നേരം കൂടെ വേനിക്കും. കാര്യാക്കാനില്ല. നീ ആ ക്ലാസ്സിൽ പോയിരുന്നേ?